ഓ മുഅ്മിനീങ്ങളെ, മഹാന്മാരെ തവസ്സുലാക്കാം, മഹാന്മാരോട് ഇസ്തിഗാസ ചെയ്യാം. അതേ അതുപോലെ അവരോട് അതപോടെ ഗുരുത്വത്തോടെ അത്തരം കാര്യങ്ങളൊക്കെ ആകാം. ബറക്കത്തെടുക്കാം. അവരെ ഖബറിനടുക്കൽ ചെന്ന് യാസീനോദാം, ഫാത്തിഹോദാം. പക്ഷേ അവിടെ സുജൂദ് ചെയ്യൽ ഹറാമാണ്. അതേ കഅബ തവാഫ് ചെയ്യുന്നത് പോലെ അതാ ഖബർ ചുറ്റുന്നതും ഹറാമാണ്. ഇനി ഞാൻ പറയട്ടെ, അവിടെ ആണും പെണ്ണും മഖ്ബറയിൽ കൂടിക്കലരുന്നതും ഹറാമാണ്. അതേ ബാപ്പ കൂടെയില്ല, മക്കള് കൂടെയില്ല, ഭർത്താവ് കൂടെയില്ല. എന്നിട്ടോ ചില മനോരോഗികളായ സ്ത്രീകളെ നേരെ കൊണ്ടുപോയി ഏർവാടിയിൽ കൊണ്ടുപോയി ഇട്ടിട്ട് തിരിച്ചു വരുന്ന ചില പുരുഷന്മാരുണ്ട്. പാടില്ല കേട്ടോ. അങ്ങനെ അന്യ പെണ്ണിനെ അന്യ പുരുഷന്മാരുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ടിട്ട് ആ മനോരോഗികൾ അവിടെ അതാ പച്ചയായി കിടന്നുറങ്ങുന്നു. അതുപോലെ തന്നെ അവിടുന്ന് അതാ മറ്റ് പുരുഷന്മാര് കാണുന്നു. മറ്റ് പുരുഷന്മാരുമായി അവർക്ക് സമ്പർക്കം പുലർത്താൻ വരെ അവസരങ്ങളുണ്ടായാൽ കൊണ്ടുപോയി നിർത്തിയ നീ കുറ്റക്കാരനാണ് കേട്ടോ. ആ മനോരോഗിയായ പെണ്ണ് കുറ്റക്കാരിയല്ല, കാരണം അവർക്ക് ബുദ്ധിയില്ല. ഒരു കാര്യം കൂടി ഞാനിവിടെ പറയട്ടെ. സുബ്ഹാനല്ലാഹ്, ചില സ്ത്രീകളുണ്ട്, അവരെ ശരീരത്തിൽ ശൈത്താൻ കയറിയിട്ട് സംസാരിക്കും. ആ ശൈത്താൻ ഇളകി പറയുമ്പോ അവര് പലതും പറയും. ആ പറച്ചിൽ ചിലപ്പോ പറയും, അതാ സ്വന്തം ഭർത്താവിനോട് പറയും, നിങ്ങളെ ഉമ്മ നിങ്ങൾക്ക് സിഹർ ചെയ്തതാണ് എനിക്ക് രോഗമുണ്ടാകാൻ. ചിലപ്പോൾ പറയും, നിന്റെ അമ്മായി സിഹർ ചെയ്തതാണ്, അല്ലെങ്കിൽ നിന്റെ കുടുംബക്കാരൻ സിഹർ ചെയ്തതാണ്, അല്ലെ നിന്റെ അയൽവാസി സിഹർ ചെയ്തതാണ്. ഇങ്ങനെയൊക്കെ ശൈത്താൻ ഇളകി പറയുമ്പോ അതങ്ങനെ തന്നെ വിശ്വസിച്ചിട്ട് കുടുംബ ബന്ധം മുറിക്കുന്ന ചില വിവരം കെട്ടവരുണ്ട്. ഇന്നാലില്ലാഹ്. ശൈത്താന്റെ വാക്ക് വിശ്വസിക്കരുത് എന്ന് വയല് പറയേണ്ടതുണ്ടോ? ശൈത്താന്റെ വാക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ശൈത്താൻ ഇളകി പറയുന്നു ഒക്കെ വിശ്വസിച്ചിട്ട് എന്റെ അമ്മായി എനിക്ക് സിഹർ ചെയ്തു, എന്റെ ഉമ്മ എനിക്ക് സിഹർ ചെയ്തു എന്ന് തെറ്റിദ്ധരിക്കുന്നവനേക്കാൾ വിവരം കെട്ടവരുണ്ടോ? ഓ മുസ്ലിമീങ്ങളെ, നമുക്ക് നാഫിആയ ഇൽമ് വേണം കേട്ടോ. ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിക്കണം കേട്ടോ. ഇസ്ലാമിന്റെ ആശയങ്ങൾ ഗ്രഹിക്കണം കേട്ടോ. നമ്മൾ പിഴച്ചു പോകാൻ